പാർവതിയെ സന്ദർശിച്ച ശേഷം നാരദൻ ഇന്ദ്രസദസ്സിലേക്കാണ് യാത്രയായത്. അവിടെ എത്തിയ അദ്ദേഹം ഇന്ദ്രനെ ഉപദേശിച്ചു. ഇന്ദ്രദേവ, പാർവതിയുടെ തപസ് ഉഗ്രവും കഠിനവുമാണ്. വർഷങ്ങളോളമായി അത് തുടരുന്നു. ദേവാധിപ, പരമശിവൻ സതീദേവിയുടെ പുനർജന്മമായ കാളിയെ വേൽക്കേണ്ടത് ഇപ്പോൾ താങ്കളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ആ കന്യകയുടെ തപസ്സിനിയും ശിവശങ്കരനിൽ ചലനം സൃഷ്ടിച്ചിട്ടില്ല. ദേവന്റെ മനസ്സ് പാർവതിയിൽ പതിയുവാൻ അവിടുന്ന് യജ്ഞിക്കുക. പരമശിവന് പാർവതിയിൽ താല്പര്യം ജനിപ്പിക്കുവാൻ എന്താണ് ഉപാധി? പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാമദേവന്റെ രൂപം ഉയർന്നു വന്നു. അതുതന്നെയാണ് മാർഗം. സതീവിയോഗത്താൽ ബ്രഹ്മചര്യയിലായിരുന്ന ഭഗവാന്റെ ഉള്ളിൽ കാമവികാരം ജനിപ്പിക്കണം. അതിന് സാധിക്കുക കാമദേവന് മാത്രമാണ്. ദേവേന്ദ്രൻ കാമദേവനെ വിളിച്ച് ഇപ്രകാരം ആവശ്യപ്പെട്ടു. ഹേ മദന, ദേവലോകത്തെ വൻ വിപത്തിൽ നിന്നും രക്ഷിക്കുവാൻ അവിടുന്നും സഹായിക്കുന്നു. എന്താണ് പ്രഭു ഞാൻ അനുഷ്ഠിക്കേണ്ട കർമ്മം? കാമദേവൻ അഭിമാനപൂർവ്വം തിരക്കി. പറയാം, കേട്ടോളുക. ഇന്ദ്രൻ വിഷയത്തിലേക്ക് കടന്നു. ഹിമവൽ പുത്രിയായ ഉമ പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ്സിലേർപ്പെട്ടിരിക്കുന്ന വിവരം താങ്കൾക്കും അറിയാവുന്നതാണ്. പാർവതിയും രൂപവതിയും അഭിരാമിയുമാണ്. എന്നിട്ടും സതീവിയോഗത്താൽ പീഡിതയായ പരമേശ്വരന് അവളിൽ താല്പര്യം വളർന്നിട്ടില്ല. അല്ലയോ കാമദേവ, അങ്ങ് പരമശിവന്റെ മനസ്സിൽ കാമവികാരം ജനിപ്പിക്കണം. അദ്ദേഹത്തിന് കാളിയോടുള്ള പ്രണയം വളർത്തണം. ഇന്ദ്രന്റെ ആവശ്യം കാമനെ സന്തുഷ്ടനാക്കി തീർത്തു. ദേവകൾ പോലും വന്നിക്കുന്ന ഭഗവാൻ ശിവശങ്കരന്റെ തപോഹൃദയത്തിൽ പ്രവേശിക്കുവാൻ താൻ നിയുക്തനായിരിക്കും. തൻ്റെ പ്രവൃത്തി ഗംഭീരമായി നടത്തുക തന്നെ. കാമദേവൻ പരമേശ്വരന്റെ സന്നിധിയിലെത്തി. അവിടുത്തെ തപസ്സിൽ ലീനനായിരിക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ കാമൻ അല്പനേരം സംശയിച്ചു. ഭഗവാന്റെ മനസ്സിൽ കാമം ജനിപ്പിക്കുന്നത് ഉചിതമാണോ? പിന്നെ രണ്ടും കൽപ്പിച്ച് കാമൻ പരമശിവ സന്നിധിയിൽ ഒരു വസന്തകാലം സൃഷ്ടിച്ചു. പൂക്കളുടെ സുഗന്ധം അവിടെയെങ്ങും വിഴിഞ്ഞൊഴുകി. കുയിൽനാഥം ആ അന്തരീക്ഷത്തിൻ്റെ ആസ്വാദ്യത വർദ്ധിപ്പിച്ചു. ഇതോടുകൂടി പരമശിവന്റെ ഹൃദയത്തിൽ നേരിയ ചലനങ്ങളുണ്ടായി. മനസ്സ് കൈവിട്ടു പോകുന്നതായും അവിടെ ലോപഭാവങ്ങൾ നിറയുന്നതായും പരമശിവന് തോന്നി. എന്താണിങ്ങനെ സംഭവിക്കുവാൻ കാരണം? ഭഗവാൻ കണ്ണുകൾ തുറന്നു. തനിക്ക് നേരെ പുഷ്പശരവുമായി നിൽക്കുന്ന കാമദേവനെ കണ്ടപ്പോൾ ഭഗവാനിൽ കോപം ചലിച്ചു. അദ്ദേഹം തൻ്റെ തൃക്കണ്ണ് തുറന്നു. അതിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ കാമദേവൻ കത്തിയെരിഞ്ഞ് ചാരമായി തീർന്നു. അതോടെ കാമദേവൻ അനങ്കനായി, അതായത് ശരീരമില്ലാത്തവനായി തീർന്നു. അടുത്തത് കാമദേവന്റെ പുനർജന്മത്തിന്റെ കഥയാണ്. തുടരും.